ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ബി എ ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് 0 ആൻഡ് ഡി ഫ്രം എഫ് ഓഫ് എക്സ് ടു എഫ് ഓഫ് എക്സ് ഡിഫൈൻഡ് ബൈ ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ്. ഇവിടെ ഡി എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷനാണ്. ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ഷോ ദാറ്റ് ഡി ഈസ് നോട്ട് എ റിംഗ് ഹോമോമോർഫിസം. സെക്കൻഡ്, ഫൈൻഡ് കേർണൽ ഓഫ് ഡി. തേർഡ്, ഫൈൻഡ് ഡി ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഡി ഒരു റിംഗ് ഹോമോമോർഫിസം അല്ല എന്നാണ്. നമുക്ക് റിംഗ് ഹോമോമോർഫിസത്തിൻ്റെ ഡെഫിനേഷൻ അറിയാം. എന്താ? ഫൈ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ പ്ലസ് ഫൈ ഓഫ് ബി ആൻഡ് ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആണ്. പക്ഷേ ഇവിടെ രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നും ജി ഓഫ് എക്സ് എന്നും പറയുന്ന രണ്ട് ഫങ്ഷൻസ് ചൂസ് ചെയ്തു. ഡി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഡീനെ നമുക്ക് എന്തെന്ന് ഡിനോട്ട് ചെയ്യാം? ഡി ബൈ ഡി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഡി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് വന്നു. അതായത് ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ജി ഓഫ് എക്സ്. ഈ ഡി ബൈ ഡി എക്സിനെ നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് വിളിക്കാം. അപ്പോൾ ഡി ഓഫ് എഫ് ഓഫ് എക്സ് പ്ലസ് ഡി ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? ഫൈ ഓഫ് എ ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ആണ്. അതായത് ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ഡെറിവേറ്റീവിൻ്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ഓഫ് ജി ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഇൻറ്റു ഡി ഓഫ് എഫ് ഓഫ് എക്സ് ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ഓഫ് ജി ഓഫ് എക്സ്. അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ എന്തെന്ന് പറയാം? ഡി ഈസ് നോട്ട് എ ഹോമോമോർഫിസം എന്ന് പറയാം. സെക്കൻഡ് വൺ പ്രൂവ് ചെയ്യേണ്ടത് കേർണൽ ഡി ആണ്. കേർണൽ ഡി ആണ് കാണേണ്ടത്. അപ്പോൾ കേർണൽ ഡിയുടെ ഡെഫിനേഷൻ പ്രകാരം എന്താണിത്? സെറ്റ് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. അതായത് എഫ് ഓഫ് എക്സ് സച്ച് ദാറ്റ് ഡി ബൈ ഡി എക്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് 0 ആവണമെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി എന്ന് കിട്ടി. അതായത് ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് അത് എഫ് തന്നെയാണ്. ഇനി തേർഡ് കണ്ടെത്തേണ്ടത് ഫൈൻഡ് ഡി ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് ഇമേജ് ഓഫ് ഡി ആണ് കാണേണ്ടത്. അതായത് ഇമേജ് ഓഫ് ഡി ഈക്വൽ ടു ഡി ഓഫ് എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് ഡി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് എഫ് ഡാഷ് എക്സ് സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിലുള്ള എല്ലാ എലമെൻസിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് എഫ് ഡാഷ് ഓഫ് എക്സ്. അപ്പോൾ ഇമേജ് ഓഫ് ഡി എന്ന് തന്നെ വരും ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് തന്നെ വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി പോളിനോമിയൽസ് ആർ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇൻ Z2 ഓഫ് ജി. അതായത് Z2 ഓഫ് ജിയിലെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിട്ടുള്ള എത്ര പോളിനോമിയൽസ് ഉണ്ടാവും അത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ Z2 ഓഫ് ജിനെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. Z2 ഓഫ് ജി ഇവിടെ എന്തായിരിക്കും? A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ് A3x ക്യൂബാണ്. ഇവിടെ A0, A1, A2, A3 ആകെ രണ്ട് പോസിബിലിറ്റീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് 0യും 2 1ഉം. അപ്പോൾ A0 0 ആവുമ്പോൾ A1ന് 2 പോസിബിലിറ്റീസ് ഉണ്ടാവും. അതേപോലെ A2ന് 2 പോസിബിലിറ്റീസ് ഉണ്ടാവും. A3ക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ടാവും. ആ പോസിബിലിറ്റീസ് വെച്ചിട്ടാണ് ഈ ചെയിൻ ഞാൻ വരച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് നോക്കുക, 0 ആവുമ്പോൾ A1 0 ആവും, 1 ആവും. ആ 0യിൽ തന്നെ വേറെ രണ്ടെണ്ണം 0 1 A2, അതേപോലെ ആ 0യിൽ 2 റിങ് 0 1 A3. അങ്ങനെ ആദ്യം എഴുതാം. അതേപോലെ 1ൻ്റെയും അതേപോലെ തന്നെ എഴുതാം. ഇനി ഫസ്റ്റ് കേസ് എന്തായിരിക്കും? A0 0, A1 0, A2 0, A3 0. അതാണ് ഫസ്റ്റ് പോളിനോമിയൽ.
0 പ്ലസ് 0x പ്ലസ് 0x² പ്ലസ് 0x³. ഇനി രണ്ടാമത്തെ പോളിനോമിയൽ എന്തായിരിക്കും? a0, a1, a2 ഒക്കെ 0, a3 എന്താവും? 1 ആവും. അപ്പോൾ 0 പ്ലസ് 0x പ്ലസ് 0x² പ്ലസ് 1x³. ഇനി മൂന്നാമത്തെ പോസിബിലിറ്റീസ് എന്താ? a0ഉം a1ഉം 0 ആവും, a2 എന്താവും? 1 ആവും, a3 0 ആവും. അപ്പോൾ അതെഴുതാം. 0 പ്ലസ് 0x പ്ലസ് x² പ്ലസ് 0x3. ഇനി നാലാമത്തെ പോസിബിലിറ്റീസ് എന്താ? 0 a0, a1, a2, a1ഉം a0ഉം 0, a2 1, a3 1. അതാണ് നാലാമത്തെ പോസിബിലിറ്റീസ്. അതായത് 0 പ്ലസ് 0x പ്ലസ് x² പ്ലസ് x³. അങ്ങനെ 16 പോസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് f of x equal to if f of x equal to x raised to 4 plus 3x² plus 2, check whether f of s has a 0 in q of x. Second question, check whether f of x is reducible. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ആ ഫംഗ്ഷൻ റെഡ്യൂസിബിൾ ആണോ, ആ ഫംഗ്ഷൻ ഒരു q of xൽ ഒരു 0 ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കൊറോളറി 23.12 ആണ്. അതെന്താ പറയുന്നത്? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അത് സെഡ് ഓഫ് എക്സിലെ പോളിനോമിയലാണ്. a0 നോട്ട് ഈക്വൽ ടു 0 ആണ്. എഫ് ഓഫ് എക്സിന് ക്യൂവിൽ ഒരു 0 ഉണ്ടെങ്കിൽ അതിന് സെഡിലും ഒരു 0 ഉണ്ടാവും. അതിനെ എം എന്ന് വിളിക്കും. സച്ച് ദാറ്റ് എം ഡിവൈഡ്സ് a0 ആയിരിക്കും. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 പ്ലസ് 3x² പ്ലസ് 2 ആണ്. ഇവിടെ a0 എന്ന് പറയുന്നത് 2 ആണ്. അതായത് എം ഡിവൈഡ്സ് a0, അതായത് എം ഡിവൈഡ്സ് 2. എം ഡിവൈഡ്സ് 2 എന്ന് വെച്ചാൽ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 -1 2 -2 എന്നെടുക്കുക. എന്നിട്ട് എഫ് ഓഫ് എക്സിൽ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എഫ് ഓഫ് 1 കാണണം, എഫ് ഓഫ് -1, എഫ് ഓഫ് 2, എഫ് ഓഫ് -2. ഇത് കാണുമ്പോഴൊക്കെ എന്ത് വരും? നോട്ട് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എഫ് ഓഫ് എസ് ഹാസ് നോ 0 ഇൻ ഇസഡ് ഓഫ് എക്സ് എന്ന് കിട്ടും. അതായത് എഫ് ഓഫ് എസ് ഹാസ് നോ സീറോസ് ഇൻ ക്യൂ ഓഫ് എക്സ്. നമ്മൾ സെഡ് ഓഫ് എക്സിൽ 0 ഉണ്ടോ എന്നാണ് നോക്കുന്നത്. സെഡ് ഓഫ് എക്സിൽ 0 ഇല്ല എങ്കിൽ ഓൾറെഡി എന്തിലും ഉണ്ടാവില്ല? ക്യൂ ഓഫ് എക്സിലും ഉണ്ടാവില്ല. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? ചെക്ക് വെദർ എഫ് ഓഫ് എക്സ് ഈസ് റെഡ്യൂസിബിൾ. എഫ് ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എഫ് ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണെങ്കിൽ നമുക്ക് ആ എഫ് ഓഫ് എക്സിനെ രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതാൻ പറ്റും. രണ്ട് പോളിനോമിയൽസിൻ്റെ പ്രൊഡക്റ്റാക്കി എഴുതാൻ പറ്റിയാലാണ് നമുക്ക് ആ ഫംഗ്ഷനെ റെഡ്യൂസിബിൾ ആണ് എന്ന് പറയാൻ പറ്റുക. ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 പ്ലസ് 3x² പ്ലസ് 2 ആണ്. ഈ പോളിനോമിയലിനെ നമുക്ക് x² പ്ലസ് 1 ഇൻറ്റു x² പ്ലസ് 2 എന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ എന്തെന്ന് പറയാം? നമുക്ക് എഫ് ഓഫ് എക്സ് റെഡ്യൂസിബിൾ ആണെന്ന് പറയാം.